The Mongol Empire. Mongolia is the region between Russia and China in Central Asia. മധ്യേഷ്യയിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള പ്രദേശമാണ് മംഗോളിയ. ഇറ്റ് ഈസ് എ റീജിയൻ ക്യാരക്ടറൈസ്ഡ് ബൈ വാസ്റ്റ് മെഡോസ്. മെഡോസ് എന്ന് പറഞ്ഞാൽ പീസ് ഓഫ് ഗ്രാസ് ലാൻഡ്, അതായത് പുൽമേടുകൾ. ഡിസേർട്സ് ആൻഡ് മൗണ്ടെയ്ൻസ്. വിശാലമായ പുൽമേടുകളും മരുഭൂമിയും പർവ്വതങ്ങളും നിറഞ്ഞ പ്രദേശമാണ് ഇത്. The climate of Mongolia is extreme severely hot in the summer and extremely cold in winter. വേനൽക്കാലത്ത് ഉയർന്ന ചൂടും തണുപ്പ് കാലത്ത് അതിശൈത്യവുമാണ് മംഗോളിയയിലെ കാലാവസ്ഥ. ദ മംഗോൾസ് വെയർ നോമാഡ്സ്. നോമാഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നാടോടികൾ, നാട് മുഴുവൻ ചുറ്റി നടക്കുന്നവർ. ഹു ലിവ്ഡ് ഇൻ ടെൻസ്. അപ്പോൾ മംഗോളിയർ എങ്ങനെയുള്ളവരായിരുന്നു? നാടോടികളെപ്പോലെ കൂടാരങ്ങളിലാണ് അവർ കഴിഞ്ഞിരുന്നത്. അതുമാത്രമല്ല, കുതിരപ്പുറത്ത് അവർ നാട് ചുറ്റി നടന്നിരുന്നു. ദെയർ വെയർ ഡിഫറെൻറ്റ് ട്രൈബ്സ് എമംഗ് ദ മംഗോൾസ് ഹു ഓൾവേസ് റോംഡ് അറൗണ്ട് ഓൺ ഹോഴ്സസ്. അപ്പോൾ വ്യത്യസ്ത തരം ട്രൈബുകൾ ചേർന്നതായിരുന്നു മംഗോളിയക്കാർ. അവരെപ്പോഴും കുതിരകളിൽ ചുറ്റി സഞ്ചരിക്കുക എന്നവരുടെ പ്രധാനപ്പെട്ട സവിശേഷത. Let us discuss the famous emperor Genghis Khan. What were the administrative reforms introduced by Genghis Khan? Genghis Khanന്റെ ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു? It was Genghis Khan who unified various Mongolian tribes and founded Mongolian Empire. അപ്പോൾ മംഗോൾസ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത തരം ട്രൈബുകളാണെന്ന് നമ്മൾ പറഞ്ഞു. അവയെല്ലാം കൂട്ടിച്ചേർത്ത് മംഗോൾ സാമ്രാജ്യം, മംഗോൾ എംപയർ സ്ഥാപിച്ചത് ചെങ്കിസ് ഖാനാണ്. ദ സീറ്റ് ഓഫ് ചെങ്കിസ് ഖാൻ. ഇവിടെ സീറ്റ് എന്ന് പറയുന്ന വാക്കിനർത്ഥം ഭരണസിര കേന്ദ്രം എന്നാണ്. ദ സീറ്റ് ഓഫ് ചെങ്കിസ് ഖാൻ വാസ് അറ്റ് കാരക്കോറം ഓൺ ദി ബാങ്ക്സ് ഓഫ് റിവർ ഓനോ ഇൻ സൈബീരിയ. അപ്പോൾ മംഗോളിയൻ ഗോത്രങ്ങളെ ഒന്നിപ്പിച്ച് മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ച ചെങ്കിസ് ഖാൻ്റെ ഭരണ കേന്ദ്രം എന്ന് പറയുന്നത് സൈബീരിയയിലെ ഒനോൺ നദീതീരത്തുള്ള കാറക്കോറമായിരുന്നു. ലെറ്റ് us discuss the important administrative reforms of ചെങ്കിസ് ഖാൻ. The chief characteristic feature of Mongol army was its strong cavalry. എന്താ cavalry? Cavalry എന്ന് പറഞ്ഞാൽ കുതിരപ്പട. അദ്ദേഹത്തിൻ്റെ ആർമിയുടെ, സൈന്യത്തിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് കുതിരപ്പടയായിരുന്നു. The main attraction of the army was the small cannons. Cannons എന്ന് പറഞ്ഞാൽ പീരങ്കി. The main attraction of the army was the small cannons which could be used while sitting on horseback. എന്തായിരുന്നു ചെങ്കിസ് ഖാൻ ഉപയോഗിച്ചിരുന്ന കാനൻസ്, പീരങ്കിയുടെ പ്രത്യേകത? അത് കുതിരപ്പുറത്തിരിക്കുമ്പോൾ പോലും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ വളരെ ചെറുതായിരുന്നു. ചെങ്കിസ് ഖാൻ ഓൾസോ മെയിൻറ്റെയിൻഡ് എ വെൽ ഓർഗനൈസ്ഡ് എസ്പിയനാഷ്. ആ വാക്ക് ശ്രദ്ധിക്കൂ, എസ്പിയനാഷ്. അദ്ദേഹം ഒരു സുസംഘടിതമായ ചാരസംഘടന മെയിൻറ്റെയിൻ ചെയ്തിരുന്നു, നിലനിർത്തിയിരുന്നു. To connect the distant places of the empire with the administrative center, the Mongolians introduced the postal system using horses. അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഭരണ പരിഷ്കാരം എന്ന് പറയുന്നത് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ വിദൂര ദേശങ്ങളെ ഭരണകേന്ദ്രവുമായി ബന്ധിപ്പിക്കാൻ മംഗോളിയക്കാർ കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായം നടപ്പിലാക്കിയിരുന്നു. ദിസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വാസ് നോൺ ആസ് ദി കൊറിയർ. ഈ ആശയവിനിമയ സമ്പ്രദായം എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കൊറിയർ എന്ന പേരിൽ അറിയപ്പെട്ടു. ദ കൊറിയർ സിസ്റ്റം ഓഫ് ചെങ്കിസ് ഖാൻ വാസ് സ്പീഡി ആൻഡ് ഇഫക്റ്റീവ്. ചെങ്കിസ് ഖാൻ്റെ കൊറിയർ സമ്പ്രദായം വളരെയേറെ വേഗത്തിലുള്ളതും കാര്യക്ഷമവുമായിരുന്നു. ഇതാണ് മംഗോൾ എംപയർ. മാലി എംപയർ. ദി മാലി എംപയർ. ഡിസ്ക്രൈബ് ദ മാലി എംപയർ. മാലി എംപയറിനെ കുറിച്ച് വിവരിക്കുക. ദ മാലി എംപയർ വാസ് വൺ ഓഫ് ദ ഫേമസ് എംപയേഴ്സ് ഓഫ് മിഡീവൽ ആഫ്രിക്ക. മധ്യകാല ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന പ്രസിദ്ധ സാമ്രാജ്യങ്ങളിലൊന്നായിരുന്നു മാലി സാമ്രാജ്യം. ദ സെൻറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ വാസ് മാലി ഇൻ വെസ്റ്റ് ആഫ്രിക്ക. പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മാലിയായിരുന്നു ഭരണ കേന്ദ്രം.
Kangan Musa was a famous ruler of medieval Africa who was known in European records as Mansa Musa. പാശ്ചാത്യ രാജ്യങ്ങളിലെ രേഖകളിൽ മൻസ മൗസ എന്നറിയപ്പെടുന്ന കങ്കൻ മൂസയാണ് മധ്യകാല ആഫ്രിക്കയിലെ പ്രസിദ്ധ ഭരണാധികാരിയായി കണക്കാക്കിയിരുന്നത്. മാലി ഹാഡ് ഹ്യൂജ് ട്രഷേഴ്സ് ഓഫ് ഗോൾഡ് ആൻഡ് ഹെൻസ് ഇറ്റ് വാസ് എ വെരി വെൽത്തി റീജിയൻ അറ്റ് ദാറ്റ് ടൈം. വലിയ സ്വർണ്ണശേഖരമുണ്ടായിരുന്ന മാലി അക്കാലത്തെ സമ്പന്നമായ പ്രദേശമായിരുന്നു. Timbuktu in the Empire of Mali was the most important cultural and commercial center of medieval Africa. മധ്യകാല ആഫ്രിക്കയിലെ പ്രധാന സാംസ്കാരിക കേന്ദ്രവും കച്ചവട കേന്ദ്രവുമായിരുന്നു മാലി സാമ്രാജ്യത്തിലെ തിംബുക്തു. നമുക്കിനി മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ഡിസ്കസ് ദ ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഓഫ് മിഡീവൽ ആഫ്രിക്ക ഓൺ ദി ബേസിസ് ഓഫ് മാലി എംപയർ ഓർ ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് തിംബുക്തു. Timbuktu in the Empire of Mali was the most important cultural and commercial center of medieval Africa. Merchants from Venice, Granada and Genoa reached Timbuktu for marketing their merchandise such as gold and ivory. മധ്യകാല ആഫ്രിക്കയിലെ പ്രധാന സാംസ്കാരിക കേന്ദ്രവും കച്ചവട കേന്ദ്രവുമായിരുന്നു മാലി സാമ്രാജ്യത്തിലെ തിംബുക്തു. വെനീസ്, ഗ്രാനഡ, ജനോവ എന്നിവിടങ്ങളിൽ നിന്നും വ്യാപാരികൾ സ്വർണം, ആനക്കൊമ്പ് എന്നിവയുടെ കച്ചവടത്തിനായി തിംബുക്തുവിൽ എത്തിയിരുന്നു. ഇറ്റ് വാസ് ആൾസോ സെൻറ്റർ ഓഫ് സ്ലേവ് ട്രേഡ്. അവിടെ കച്ചവടം മാത്രമായിരുന്നില്ല, മറ്റ് കച്ചവടങ്ങൾ മാത്രമായിരുന്നില്ല, അടിമ കച്ചവടത്തിൻ്റെയും പ്രധാന കേന്ദ്രമായിരുന്നു തിംബുക്തു. ദി യൂണിവേഴ്സിറ്റി ഓഫ് തിംബുക്തു വാസ് വൺ ഓഫ് ദ ലീഡിംഗ് സെൻറ്റേഴ്സ് ഓഫ് നോളജ് ഓഫ് ദാറ്റ് പീരീഡ്. തിംബുക്തുവിൽ സ്ഥിതി ചെയ്തിരുന്ന സർവകലാശാല മധ്യകാല ലോകത്തിലെ പ്രധാന വിജ്ഞാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. ദ യൂണിവേഴ്സിറ്റി അട്രാക്റ്റഡ് സ്റ്റുഡൻസ് ഫ്രം ഓൾ പാർട്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിരുന്നു. ദ ഗ്രേറ്റ് മോസ്ക് കൺസ്ട്രക്റ്റഡ് ബൈ കങ്കൻ മൂസ അറ്റ് തിംബുക്തു വാസ് ദ ലീഡിംഗ് സെൻറ്റർ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് ഡ്യൂറിംഗ് ദി മിഡീവൽ പീരീഡ്. കങ്കൻ മൂസ പണി കഴിപ്പിച്ച തിംബുക്തുവിലുള്ള ഗ്രേറ്റ് മോസ്ക് മധ്യകാല ലോകത്തെ പ്രധാന ഇസ്ലാമിക കേന്ദ്രമായിരുന്നു. ഇത്രയുമാണ് മാലി സാമ്രാജ്യം. ദി മിഡീവൽ ചൈന ആൻഡ് ജപ്പാൻ. ഡിസ്ക്രൈബ് ദ ഫോംസ് ഓഫ് പവർ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ മിഡീവൽ ചൈന. മധ്യകാല ചൈനയിൽ നിലനിന്നിരുന്ന അധികാര രൂപങ്ങളെക്കുറിച്ച് വിവരിക്കുക. ഇൻ ദ ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് ദ മിഡീവൽ പീരീഡ് ചൈന വാസ് റൂൾഡ് ബൈ ദ ടാങ് ഡൈനാസ്റ്റി. മധ്യകാലഘട്ടത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ടാങ് രാജവംശമാണ് ചൈന ഭരിച്ചിരുന്നത്. ദ സോവറിനിറ്റി ഓഫ് ദ കൺട്രി വാസ് വെസ്റ്റഡ് ഇൻ ദ എംപറർ. രാജ്യത്തിൻ്റെ പരമാധികാരം ചക്രവർത്തിയിൽ നിക്ഷിപ്തമായിരുന്നു. സ്റ്റേറ്റ് ഒഫീഷ്യൽസ് വെയർ സെലക്ടഡ് ആഫ്റ്റർ കണ്ടക്ടിംഗ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ബേസ്ഡ് ഓൺ ദ ക്രൈറ്റീരിയ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് എക്സലൻസ്. വിദ്യാഭ്യാസ യോഗ്യതയും മികവും മാനദണ്ഡമാക്കി മത്സര പരീക്ഷകളിലൂടെയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുത്തിരുന്നത്. The Tang rulers were tolerant towards all religions and were great promoters of trade and commerce. മതസഹിഷ്ണുത പുലർത്തിയിരുന്ന ടാങ് ഭരണാധികാരികൾ കച്ചവടത്തിൻ്റെയും പ്രോത്സാഹകരായിരുന്നു. അതായത് ടാങ് വിഭാഗത്തിലെ ഭരണാധികാരികൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മതത്തെയും അംഗീകരിച്ചിരുന്നു. After the Tang dynasty, China was ruled by the Song, Ming and Manchu dynasties. ടാങ് രാജവംശത്തിനു ശേഷം സോങ്, മിങ്, മഞ്ചു രാജവംശങ്ങൾ ചൈന ഭരിച്ചു. Let us describe the forms of power that existed in medieval Japan. മധ്യകാല ജപ്പാനിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട അധികാര രൂപങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. In medieval Japan also, the emperor was the supreme head in political affairs. മധ്യകാല ജപ്പാനിലും രാഷ്ട്രത്തിലെ ഏറ്റവും ഉയർന്ന പദവി നിർവഹിച്ചിരുന്നത് ചക്രവർത്തിയാണ്. But the administration was overhauled by the feudal lords known as shoguns. ഭരണം ചക്രവർത്തിയിലായിരുന്നുവെങ്കിലും അധികാരം ചക്രവർത്തിയിലായിരുന്നുവെങ്കിലും ഭരണം നടത്തിയിരുന്നത് ഷോഗൺസ് എന്നറിയപ്പെടുന്ന ഫ്യൂഡൽ പ്രഭുക്കന്മാരായിരുന്നു. എന്നാൽ അധികാരം കൈയാളിയിരുന്നത് ഷോഗുണുകൾ എന്നറിയപ്പെട്ട ഫ്യൂഡൽ പ്രഭുക്കന്മാരായിരുന്നു. ലാൻഡ് വാസ് അണ്ടർ ദെയർ കൺട്രോൾ. അപ്പോൾ ഭൂമി മുഴുവൻ ആരുടെ നിയന്ത്രണത്തിലായിരുന്നു? ഷോഗൺസ് എന്ന് പറയുന്ന
ഭൂപ്രഭുക്കന്മാരുടെ കൈകളിലായിരുന്നു. ഇറ്റ് വാസ് അണ്ടർ ദ ഷോഗൺസ് ദാറ്റ് ടോക്കിയോ എമേർജ്ഡ് ആസ് ദ സെൻറ്റർ ഓഫ് പവർ. ടോക്കിയോ ഭരണകേന്ദ്രമായി വികസിച്ചത് ഈ ഷോഗണുകളുടെ കാലഘട്ടത്തിലായിരുന്നു. ഇത്രയുമാണ് മധ്യകാല ജപ്പാൻ. മിഡീവൽ അമേരിക്ക. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് മിഡീവൽ അമേരിക്ക. മധ്യകാലഘട്ടത്തിലെ അമേരിക്കയിലെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? ഇൻഡിജിനസ് സിവിലൈസേഷൻസ് കണ്ടിന്യൂഡ് ടു എക്സിസ്റ്റഡ് ഇൻ ദ മിഡീവൽ പീരീഡ് ഓൾസോ. വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും പുരാതന കാലം മുതൽ തന്നെ തനതായ സംസ്കാരങ്ങൾ നിലനിന്നിരുന്നു. അവ മധ്യകാലഘട്ടത്തിലും തുടർന്നു. ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ് ഇൻ ദീസ് റീജിയൻസ് വെയർ പ്യുവർലി ഇൻഡിജിനസ്. ഇവിടുത്തെ ഭരണരീതികൾ തദ്ദേശീയമായ ഭരണരീതികളായിരുന്നു. ഇമ്പോർട്ടൻ്റ് അമേരിക്കൻ സിവിലൈസേഷൻസ്. പ്രധാനപ്പെട്ട അമേരിക്കയിലെ പ്രധാനപ്പെട്ട സംസ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു? വിച്ച് വെയർ ദ ഇമ്പോർട്ടൻ്റ് നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്കൻ സിവിലൈസേഷൻസ്. നോർത്ത് അമേരിക്കൻ സിവിലൈസേഷൻസ് മിസിസിപ്പി, കരീബിയൻ, മുഗല്ലൻ, പടയൻ. സൗത്ത് അമേരിക്കൻ സിവിലൈസേഷൻസ് മായൻ, ഇൻക, ആസ്ഡർ, ടോൾട്ടക്. എക്സ്പ്ലെയിൻ ദ യൂറോപ്യൻ കൊളനൈസേഷൻ ഇൻ മിഡീവൽ അമേരിക്ക. മധ്യകാല അമേരിക്കയിലെ യൂറോപ്യൻ കോളനിവൽക്കരണത്തെക്കുറിച്ച് വിവരിക്കുക. ഇൻ ദെയർ ക്വസ്റ്റ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് കോളനീസ് ദ യൂറോപ്യൻസ് റീച്ച്ഡ് അമേരിക്ക ഇൻ ദ 16th century. അപ്പോൾ കോളനികൾ സ്ഥാപിക്കാനായി പുതിയ പ്രദേശങ്ങൾ അന്വേഷിച്ചിറങ്ങിയ യൂറോപ്യർ 16ാം നൂറ്റാണ്ടോടെ അമേരിക്കയിലെത്തി. They destroyed the native cultures and started plantations and mines there. ഇവിടെ എത്തി അവർ എന്താ ചെയ്തത്? അമേരിക്കയിലെ തദ്ദേശീയ സംസ്കാരങ്ങളെ നശിപ്പിച്ച് അവർ തോട്ടങ്ങളും ഖനികളും നിർമ്മിച്ചു. The Negroes of Africa were brought to America as slaves to work in these places. ആഫ്രിക്കയിൽ നിന്ന് നീഗ്രോകളെ പിടിച്ചുകൊണ്ടുവന്ന് അടിമകളാക്കി. The natives were subjected to genocide. എന്താ ജനസൈഡ് എന്ന വാക്കിനർത്ഥം? വംശഹത്യ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന തദ്ദേശവാസികളെ വംശഹത്യയ്ക്ക് വിധേയരാക്കുകയാണ് ചെയ്തത്. അവരെ കൊന്നൊടുക്കുകയാണ് ചെയ്തത്. വാട്ട് ഈസ് ഫ്യൂഡലിസം? വാട്ട് ആർ ദ കോസസ് ദാറ്റ് ലെഡ് ടു ദ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം? The socio-political economic system existed in medieval Europe based on land was known as feudalism. മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന ഭൂമി കേന്ദ്രീകൃതമായ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം എന്നറിയപ്പെട്ടിരുന്നത്. ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയ്ക്ക് വഴിതെളിച്ച പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാം? ഫസ്റ്റ് റീസൺ ഈസ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഡിക്രീസ്ഡ് ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച്. കാലാവസ്ഥാ വ്യതിയാനവും കാർഷിക ഉൽപ്പാദനത്തിലെ കുറവും. സെക്കൻഡ് റീസൺ ഈസ് ഫാമിൻ. രണ്ടാമത്തെ കാരണം ക്ഷാമം. തേർഡ് റീസൺ ഈസ് പ്ലാഗ് ആൻഡ് ബ്ലാക്ക് ഡെത്ത്. പ്ലാഗ് പോലുള്ള പകർച്ചവ്യാധികളാണ് മറ്റൊരു കാരണം. ഫോർത്ത് റീസൺ ഈസ് ക്രൂസൈഡ്സ്. ക്രൂസൈഡ്സ് എന്ന് പറഞ്ഞാൽ കുരിശുയുദ്ധങ്ങൾ. ഫിഫ്ത്ത് റീസൺ ഈസ് കിങ്സ് മൊണോപ്പൊളി ഓഫ് ഗൺ പൗഡർ. രാജാക്കന്മാരുടെ വെടിമരുന്നിൻ്റെ കുത്തക. സിക്സ്ത് റീസൺ ഈസ് പെസന്റ് റിവോൾട്ട്. കർഷക കലാപങ്ങളാണ് ഫ്യൂഡലിസം തകരുന്നതിനിടയാക്കിയ മറ്റൊരു കാരണം. ലാസ്റ്റ് റീസൺ ഈസ് എമർജൻസ് ഓഫ് നാഷൻ സ്റ്റേറ്റ്സ്. ദേശരാഷ്ട്രങ്ങളുടെ ആവിർഭാവം. ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി അതിൻ്റെ ഒരു കൺക്ലൂഷൻ നോക്കാം. മധ്യകാല ലോകത്തിലെ വ്യത്യസ്ത അധികാര രൂപങ്ങളാണ് ഈ അധ്യായത്തിൽ പരിചയപ്പെട്ടത്. ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, അമേരിക്ക എന്നിവിടങ്ങളിലെ ഭരണരംഗത്ത് ശ്രദ്ധേയമായ പരിഷ്കാരങ്ങൾ ഇക്കാലത്തുണ്ടായി. ആധുനിക കാലത്തേക്കുള്ള പ്രയാണത്തിന് ഈ പരിഷ്കാരങ്ങളും അധികാര രൂപങ്ങളും ഊർജം പകർന്നു.